DYFI നേതാവ് കവിളിൽ തല്ലി വീഴ്ത്തിയ മുൻ അംബാസഡർ TP ശ്രീനിവാസനെ ഓർമ്മയുണ്ടോ? വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നതായിരുന്നു കുറ്റം. 8 വർഷങ്ങൾക്ക് ശേഷം CPMന്റെ ധനകാര്യമന്ത്രി ബജറ്റിലൂടെ വിദ്യാഭ്യാസ രംഗത്തേക്ക് സ്വകാര്യ മേഖലയെ ക്ഷണിക്കുകയാണ്. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് പുറമെ വിദേശ സർവകലാശാലകളെ കേരളത്തിൽ ക്യാമ്പസ് തുടങ്ങാൻ ക്ഷണിക്കുന്നതടക്കം വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. വിദ്യാഭ്യാസം മാത്രമല്ല, വ്യവസായം, ടൂറിസം, ആരോഗ്യം, കായികം തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരാനുമുണ്ട് പദ്ധതികൾ. ഇത് മാത്രമല്ല, വ്യക്തികളുടെ സംഭാവനയും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ പോവുകയാണ് ഇടത് സർക്കാർ. സർക്കാർ റെമിറ്റൻസ് അക്കൗണ്ട് എന്ന പേരിൽ ആരോഗ്യരംഗത്തും എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ഫണ്ട് എന്ന പേരിൽ വിദ്യാഭ്യാസ രംഗത്തും ഫണ്ടുകൾ വരും. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് പണം നൽകാം. വിഴിഞ്ഞത്ത് സർക്കാർ നിയന്ത്രണമില്ലാത്ത സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള സോണുകളും പ്രഖ്യാപിച്ചു. കുടുംബശ്രീക്ക് വേണ്ടിയും സർക്കാർ സ്വകാര്യ നിക്ഷേപം പ്രതീക്ഷിക്കുന്നുണ്ട്. കായിക മേഖലയും ലോകോത്തരമാക്കാൻ സ്വകാര്യ പങ്കാളികളെ കേരളം ക്ഷണിക്കുന്നു. കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്നു പാടിയാണ് ധനമന്ത്രി ഈ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. നല്ല കാര്യം. വൈകി വന്ന വിവേകം എന്നും പറയാം, അതോ ആപത്ത് കാലത്തെ CPMന്റെ ഗതികേടെന്ന് പറയണോ? രണ്ടായാലും ഇനി CPMന് ഔദ്യോഗികമായി തന്നെ സ്വകാര്യ മേഖല ഹറാമല്ല. തെറ്റുകൾ മുൻകാല പ്രാബല്യത്തോടെ തിരുത്തുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതിയാണ്. എങ്കിലും ഒരു 20 വർഷം മുൻപ് ഈ വെളിപാടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്ന് മാത്രം.